ഒരു സ്ത്രീക്കുണ്ടാകുന്ന ശാരീരികപരമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അവർ ആ തൊഴിലെടുക്കുന്നത്. ആ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടാണ് ഇവിടെ വന്ന് രാവും പകലും ഈ സമരപടിക്കലിൽ കിടക്കുന്നത്. അവരുടെ വേദന കാണാതെ പോകരുത്. അവരുടെ കണ്ണുനീർ വീണാൽ കരിഞ്ഞു പോകുന്നതാണ് നിങ്ങളുടെ ഈ മണിമന്ദിരത്തിലെ ആയിരത്തം അതോർത്തുകൊണ്ട്. പക്ഷെ അതിനെ അടിച്ചമർത്താൻ നോക്കുന്നു, അതിനെ ഒരു അസഹിഷ്ണുതയോട് കൂടിയിട്ട് നോക്കുകയാണ് ഈ സർക്കാർ. അവര് ആരോഗ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യതയുണ്ടോ എന്നുള്ളത് ഇന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. മനസാക്ഷിയുള്ള സർക്കാരാണ് എങ്കിൽ ഇത് പരിഹരിക്കാൻ ഈ 22 ദിവസം 25 ദിവസങ്ങളിലേക്ക് എത്തേണ്ടതില്ല. ആശാവർക്കർമാർക്ക് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സാമൂഹിക പിന്തുണകളെല്ലാം തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ മണിക്കൂറിലാണ് നിയമസഭയിൽ ആരോഗ്യമന്ത്രി ഈ ഒരു ആശാവർക്കർമാരുടെ സമരത്തെ വീണ്ടും തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ ഫണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം ലഭിച്ചിട്ടില്ല എന്നുള്ള ന്യായങ്ങളൊക്കെയാണ് ഇതിനെതിരെ പറയുന്നത്. ഇപ്പോൾ ഈ ആശാവർക്കർമാർ കേരള നിയമസഭയിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചു. ഇപ്പോൾ ഇന്നലെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഈ പാവപ്പെട്ട സ്ത്രീകൾ എത്രയോ വർഷങ്ങളായി മുന്നണി പോരാളികളായി ആരോഗ്യ മേഖലയിൽ ഏറ്റവും പകർച്ചവ്യാധികളെപ്പോലും പിടിച്ചുകെട്ടാൻ, പകർച്ചവ്യാധികൾ പരക്കുന്ന വ്യാപനത്തിനെ പിടിച്ചുകെട്ടാൻ വേണ്ടിയിട്ട് രാവും പകലും വ്യത്യാസമില്ലാതെ ഓടി നടന്നവരാണ്. നിയമസഭാ മാർച്ചിലേക്ക് പോകുമ്പോൾ ഇന്നലെയൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് അവർ നിയമസഭ ബോംബ് വെച്ച് തകർക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ, വളരെ മോശകരമായ രീതിയിൽ അപകീർത്തി പറയുന്ന രീതിയിലാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ടാണ് ക്വാറന്റൈനിൽ കിടക്കുന്ന ആളുകൾക്ക് മരുന്നെത്തിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുന്നത്. ഒരു വാർഡിൽ ഏതെങ്കിലും രീതിയിൽ വരുന്ന പകർച്ചവ്യാധികളെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് അതിന് ഏറ്റവും മുൻനിരയിൽ ആദ്യം ഓടിയെത്തുന്നത് ആരെന്ന് ചോദിച്ചാൽ ആശാവർക്കർമാരാണ്. എന്തിനാ പറയുന്നത്? ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന സമയം മുതൽ ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കുത്തിവെപ്പാകട്ടെ, അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാകട്ടെ, എല്ലാ കാര്യങ്ങളിലും അവരുടെ ഒരു ശ്രദ്ധ. പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ ബോധവൽക്കരണം മുതൽ ഇങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവരെടുക്കുന്നത്. ഇതൊക്കെ കാണാതെ പോകുമ്പം മനസാക്ഷി ഇല്ലാത്ത സർക്കാരായിട്ട് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മാറുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം ജനങ്ങൾ ബോധ്യപ്പെടുകയാണ്. വലിയ പ്രയാസമാണ്. ഇപ്പം ഇന്നലെയൊക്കെ മഴ പെയ്ത സമയത്ത് അവരൊരു ഷീറ്റ് വലിച്ചു കെട്ടിയപ്പോൾ പോലീസിലെ ചില ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചിട്ട്, എല്ലാവരെയും പറയുന്നില്ല, ചില ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചിട്ട് ആ ഷീറ്റ് മാറ്റാൻ പറയുകയാണ്. എത്രയോ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് CITU എന്ന പാർട്ടി യൂണിയൻ അവകാശങ്ങൾ നേടിക്കൊടുത്ത പാർട്ടിയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരു അവകാശം നേടുന്ന ആരുമാകട്ടെ സമരം ചെയ്യുക എന്നുള്ളത്, അവകാശം നേടിയെടുക്കാൻ ആർക്കും അവരുടെ സമരം ചെയ്യും. പക്ഷെ അതിനെ അടിച്ചമർത്താൻ നോക്കുന്നു, അതിനെ ഒരു അസഹിഷ്ണുതയോട് കൂടിയിട്ട് നോക്കുകയാണ് ഈ സർക്കാർ. അപ്പം ഒരു കാര്യം പറഞ്ഞാൽ, ഇത്രയും സമരങ്ങളൊക്കെ ചെയ്ത് പരിചയമുള്ള പാരമ്പര്യമുണ്ട് എന്ന് അവകാശപ്പെടുന്നവർ ഈ സമരത്തിന് എന്തിനാ ഭയക്കുന്നത്? അവർ ഭയക്കുന്നു. ഇവർ ശക്തമാണ്. വാർഡുകളിൽ, പഞ്ചായത്തുകളിൽ ഇവർ ചെന്ന് കയറാത്ത വീടുകളില്ല, ഇവർ ഇടപെടാത്ത വിഷയങ്ങളില്ല. ഇവരുടെ അനുഭവങ്ങൾ ഇത് പരിഹരിക്കാൻ കഴിയുന്നതാണ്. ഒന്നില്ലെങ്കിൽ ഒരു കോർപ്പസ് ഫണ്ട് പോലെ സംസ്ഥാന തലത്തിൽ ഇത് ചെയ്യാം, അവരുടെ ആവശ്യങ്ങളാണ്. അല്ലെങ്കിൽ ഇത് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലേക്ക് സർക്കാരിന് എങ്ങനെ വേണം ഇത് കൈകാര്യം ചെയ്യാം. ഡിപ്പാർട്ട്മെൻറ്റുകളുടെ തുകകളിൽ നിന്ന് ഇത് വിനിയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇത് പരിഹരിക്കണമെന്ന് ചിന്തിക്കുന്ന മനസാക്ഷിയുള്ള സർക്കാരാണ് എങ്കിൽ ഇത് പരിഹരിക്കാൻ ഈ 22 ദിവസം 25 ദിവസങ്ങളിലേക്ക് എത്തേണ്ടതില്ല, മുമ്പേ പരിഹരിക്കാമായിരുന്നു. ഇത് തികച്ചും ധാർഷ്ട്യത്തോടു കൂടി പരിഹരിക്കാതെ ഈ പാവങ്ങളെ, സ്ത്രീകളെ തെരുവിൽ കിടന്ന് അവർ നരകിച്ചാലും പ്രയാസമില്ല, ഞങ്ങൾ അതിൽ സംതൃപ്തരാണ് എന്ന് പറയുന്ന സർക്കാരാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ സമരത്തിന്, പ്രത്യേകിച്ച് സ്ത്രീകളാണ്, അവർ തെരുവിൽ കിടക്കുന്ന സമയത്ത് ഒരു സ്ത്രീക്കുണ്ടാകുന്ന ശാരീരികപരമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അവർ ആ തൊഴിലെടുക്കുന്നത്. ആ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടാണ് ഇവിടെ വന്ന് രാവും പകലും ഈ സമരപടിക്കലിൽ കിടക്കുന്നത്. അപ്പോൾ ആ സമരം കണ്ടില്ല എന്ന് നടിക്കുന്ന സർക്കാരിനോട്
കേരളത്തിലെ ജനത മുഴുവൻ ഒന്നടങ്കം ആശാ വർക്കർമാർക്കൊപ്പമാണ്. അവരുടെ അവകാശം, അവരുടെ അർഹമായിരിക്കുന്ന നേട്ടം നേടിയെടുക്കുന്നവരെ കേരളത്തിൻ്റെ മുഴുവൻ പിന്തുണയും ഇന്ന് ആശാ വർക്കർമാർക്കൊപ്പമാണ്. ആരോഗ്യമന്ത്രിയുടെ ഇന്നത്തെ പരാമർശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് ഈ ആശാ വർക്കർമാരുടെ ഈ ഒരു സമരത്തെ, ഇവരുടെ ആവശ്യങ്ങളെ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നാണോ? അവർ ആരോഗ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ യോഗ്യതയുണ്ടോ എന്നുള്ളത് ഇന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. കാരണം ഇന്നത്തെ അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട്, കാരണം ഒരുപക്ഷെ അവർക്ക് ഇവരെടുക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചോ ആരോഗ്യ വകുപ്പിനെ കുറിച്ചോ അത്രത്തോളം ബോധ്യമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അഭിനയിക്കുകയായിരിക്കാം. അപ്പം അവരെ സംബന്ധിച്ച് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യയല്ല. കാരണം അവരൊരു സ്ത്രീയാണ്. അവർക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആളാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിക്കോ മറ്റു മന്ത്രിമാർക്കോ ഇവരുടെ സാഹചര്യം മനസ്സിലാകുന്നില്ല എങ്കിൽ അത് ബോധ്യപ്പെടുത്തേണ്ട ഒരു സ്ത്രീയുടെ ഒരു പ്രതിനിധി കൂടിയാണ്. അവരൊക്കെ ഈ രീതിയിൽ ഈ സമരത്തിനെ കാണുക എന്ന് പറയുമ്പം വളരെ വിഷമകരമാണ്. നമുക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്തായാലും ആശാവർക്കർമാരുടെ ഈ ഒരു സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭരണകൂടവും അതുകൂടാതെ ആരോഗ്യമന്ത്രിയും നിരന്തരം രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയാണ് ഇപ്പോൾ രമ്യ ഹരിദാസ് മറുനാടനോട് പ്രതികരിച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകളുടെ തടവറ തകർത്തെണീക്കുക സോദരി, അടിമകളല്ലിനി നാം, കേവലം അടിമകളല്ലിനി നാം, അടിമകളല്ലിനി നാം, കേവലം അടിമകളല്ലിനി നാം. ഉണർന്നെണീക്കുക സോദരി, ഉയർത്തെണീക്കുക സോദരി, പോയ നൂറ്റാണ്ടുകളുടെ തടവറ തകർത്തെണീക്കുക സോദരി, തകർത്തെണീക്കുക സോദരി. എല്ലാ അമ്മമാർക്കും എല്ലാ ആശാവർക്കർമാർക്കും കോവിഡിന്റെ കാലഘട്ടങ്ങളിൽ പോലും പകർച്ചവ്യാധികൾ വന്നാൽ പോലും ആദ്യം ആ പകർച്ചവ്യാധികളെക്കാൾ വേഗത്തിൽ അത് പിടിച്ചു കെട്ടുവാൻ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ അമ്മമാർ, നമ്മുടെ സഹോദരിമാരാണ് ഈ സമരം ഇരിക്കുന്നത്. അവരുടെ വേദന കാണാതെ പോകരുത്. അവരുടെ കണ്ണുനീർ വീണാൽ കരിഞ്ഞു പോകുന്നതാണ് നിങ്ങളുടെ ഈ മണിമന്ദിരത്തിലെ ആയിരത്തം. അതോർത്തുകൊണ്ട് അടിയന്തരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് വ്യത്യസ്തമായിരിക്കുന്ന ആശയങ്ങളും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും ഉണ്ടാകാം. എങ്കിലും ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇത് സ്ത്രീകളുടെ ഒരു വലിയ സമരമാണ്. അവർക്ക് അർഹമായത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അവർ ചെയ്ത ജോലിയുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിനാണ് അവർ സമരം ചെയ്യുന്നത്. ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.